അപ്പോൾ ഈ യാഗമണ്ഡപത്തിന്റെ അടുത്ത ചോദ്യമായി, തെക്കുഭാഗത്തിരിക്കുന്ന ഋത്തുക്കുകളിൽ ഒരാൾ, തെക്കുഭാഗത്തിരിക്കുന്നത് ബ്രഹ്മാവാണ്, ഇരിക്കുന്നതിലൊരാൾ ആ എത്ര ദേവതകളെ കൊണ്ടാണ് യാഗത്തെ രക്ഷിക്കുന്നത്? അടുത്ത ചോദ്യമാണ്. ഒരേ ഒരു ദേവതയെ കൊണ്ടാണ്, ഒറ്റ ദേവതയുള്ളൂ. അശ്വലൻ ഏതായാലും ചോദ്യം ചോദിച്ചു, അതേതാണ് ആ ദേവത? മനസ്സാണ് ആ ദേവത. ഇങ്ങനെ എല്ലാം പോകുന്നത് ജ്ഞാനത്തിലൂടെയാണ്. മനസ്സാണ് ആ ദേവത. ചോദ്യം വിട്ടില്ല, അതെങ്ങനെയാണ്? മനസ്സെങ്ങനെയാണ് ആ ദേവതയാകുന്നത്? മനോവ്യാപാരങ്ങൾ അനന്തമാണ്, ദേവതകളും അനന്തമാണ്. അതിനാൽ മനസ്സെന്ന ഒരേ ഒരു ദേവതയെ കൊണ്ട് തന്നെ എല്ലാ ദേവതകളെ കൊണ്ടുമുള്ള ഫലമുണ്ടാക്കാം. മറിച്ചല്ലെങ്കിൽ ഒരുപാട് ദേവതകൾ വേണം. മനസ്സ് അനേകം സങ്കല്പങ്ങളുള്ളതാണ്, ദേവതകളും സങ്കല്പമാണ്. അതുകൊണ്ട് മനസ്സാണ് ഇവിടെ. എത്ര ഇതായാലും മനസ്സാണ് അവിടെ ഉപയോഗിക്കുന്ന അനന്തമായ ലോകങ്ങളെ സ്വാധീനമാക്കാം. ഇന്ന് ഈ യാഗത്തിൽ ഉദ്ഗാതാവ് ഋത്തുക്ക് എത്ര സ്തോത്രം ഋക്കുകൾ ഉപയോഗിക്കും എന്നാണ് അടുത്ത ചോദ്യം. ദേവതകളെ പുകഴ്ത്തുന്നവ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. 3. ഏതെല്ലാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. പുരോനുവാക്യകൾ, യാഗപൂർവസ്തുതികൾ, യാജ്യകൾ, യാഗസമയത്തുള്ളവ, ശസ്യകൾ, പ്രശംസാപരങ്ങൾ, ശരീരസംബന്ധികളായി ഇവയേവ. ഇവ ശരീരത്തെ സംബന്ധിച്ചേവയാണ്. കാരണം ഇത്തവണ പറഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തിയിലേക്ക് വന്നില്ല, അതുകൊണ്ട് വീണ്ടും ചോദിച്ചു. പ്രാണൻ, അപാനൻ, വ്യാനൻ എന്ന 3 വായുക്കൾ. അതിൽ പ്രാണൻ പുരോനുവാക്യകൾ, അതുപോലെ തന്നെ അപാനൻ യാജ്യകൾ, അതുപോലെ തന്നെ ശസ്യകൾ വ്യാനൻ. ഒരു ഹോമമായി നടക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ അറിയാം. ഹോമത്തിൽ തെറ്റുപറ്റിയാൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുന്നത് പോലെയാണ് ഈ അന്നം ഹോമിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ എന്ന് അമൃതോപസ്തരണമസ്തി എന്ന് ചൊല്ലി അമൃതമായി ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അതിനൊന്നും നേരം കിട്ടാറില്ല. ഉണ്ടോ? ഇതുള്ളത് തിന്നു വിട്ടു അല്ലേ? ഇതൊരു വലിയ ഹോമമാണെന്നാണ് വൈപ്പ്. അപ്പോൾ ഇതിലേക്ക് വിടുമ്പോൾ ഇവയാണ് പ്രാണങ്ങളിൽ ഹോമിച്ച് അവയാണ് രൂപാന്തരപ്പെട്ടു വരുന്നത്. അതിൽ വ്യാനനൊക്കെ കോപിച്ചാൽ തത്ര വ്യാനഹ കുപ്യതി, വ്യാനൻ കോപിക്കുകയാണ് എന്ന് വന്നാൽ ഒരുപാട് പ്രശ്നമാണ്. പ്രഷർ മുഴുവൻ വ്യാനന്റെ കോപമാണ്. BP എന്ന് പറഞ്ഞൊരു സാധനം വ്യാനൻ കോപിക്കുന്നതാണ്. അവനെ സാന്ത്വനപ്പെടുത്താതെ എന്ത് മരുന്ന് കഴിച്ചാലും ജീവിതം നേരെയാവില്ല. വെറും വ്യാനകോപമാണ്. വ്യാനന്റെ കോപം തടഞ്ഞാൽ BP പോവും. ഒരുപാട് പണിയുണ്ട്. ആഹാരം ചേഞ്ച് ചെയ്താൽ പോകും, ഔഷധം കഴിച്ചാൽ പോകും. ഔഷധത്തിൽ നേന്ത്രവാഴപ്പോള നീരൊക്കെ കഴിച്ചാൽ പോകും, പെട്ടെന്ന് പോകും. പോളയുടെ നീര്, പിണ്ടിയല്ല, ഏത്തവാഴപ്പോളയുടെ നീര്. പിന്നെ ഒരു 15 ദിവസം അത്രേ ഉള്ളൂ. ഇതൊക്കെ ഈ കേട്ടേജൊക്കെ ഇപ്പോൾ പോവും. അവിടെ ചെന്നിട്ട് വിളിക്കും, സ്വാമി നേന്ത്രവാഴപ്പോള നീര് കിട്ടുകയില്ല. അതൊന്നും പ്രശ്നമില്ല. ഈ ഭൂമിയിലുള്ള സാധനമൊക്കെ അല്ലേ, അത് മേടിക്കാമെന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഫുർഡാന് വലിയ വാല്യൊന്നുമില്ല, ജൻഷയിൽ വയലറ്റാണ്. പലപ്പോഴും ഫുർഡാൻ്റെ കൂടെ ഇടുന്നത് മറ്റേ നമ്മുടെ കന്യാകുമാരിയിലെ മണലും അതുകൂടാതെ സാധാരണ മണലിൽ ജൻഷയിൽ വയലറ്റ് ചേർത്തുമാണ്. വെള്ളത്തിട്ട് കലക്കി നോക്കിയാൽ അറിയാം. അതുകൊണ്ടല്ലേ ഫുർഡാൻ കഴിച്ച് പലരും ആശുപത്രിയിൽ പോകുന്നത്. അല്ലെങ്കിൽ ആശുപത്രി വരെ എത്താൻ പറ്റും. അതുകൊണ്ട് അത് പേടിക്കാനില്ല. അപ്പോൾ ഇത് വളരെ മുരിങ്ങ ഇല വളരെ ബെസ്റ്റാണ്. പക്ഷെ അത് സൂക്ഷിക്കണം. ഏത്തവാഴപ്പോള നീര് പോലല്ല, അവനോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ കർക്കിടക മാസത്തിൽ കഴിക്കരുത്.
അതിൽ വിഷാംശം ഉണ്ടാവും. 2, സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ BP ലോ ആവും. അത് സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ BP ലോ ആയി പോകും, പെട്ടെന്ന് ലോ ആവും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിച്ചുകൊണ്ടിരിക്കെ കുറേ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളറിയില്ല, അപ്പോൾ വളരെ ലോ ആയിരിക്കും, പിന്നെ ഇത് കയറുകയല്ല BP. അതുകൊണ്ട് അത് കഴിക്കുമ്പോൾ മാത്രം ചെക്ക് ചെയ്തു. വെളുത്തുള്ളി കൊണ്ട് ലോ ആവും. വെളുത്തുള്ളിയും മുരിങ്ങയിലയും കൂടെ കഴിച്ചാൽ പെട്ടെന്ന് ലോ ആവും. ഒരു പാത്രത്തിനകത്ത്, ഒരു പ്ലേറ്റിനകത്ത് മുരിങ്ങയില വാരിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേ ചോറിടുക, ചൂടി ചോറ്. അരി വാർത്ത് കഴിഞ്ഞാൽ ഉടനെ കഞ്ഞിയോ ചോറോ അതിൽ വിളമ്പി വെക്കുക. എന്നിട്ട് പിന്നീട് കുഴച്ചങ്ങ് ഉണ്ടാൽ മതി. അപ്പോൾ ടേസ്റ്റും കുഴപ്പമുണ്ടാവില്ല, കാരണം അത് ആവിയിൽ വെന്തിരിക്കുക ഇല. അതാണ് ഏറ്റവും നല്ല രീതി. ഇലയോടെയാണ് കഴിക്കുന്നത്. ഇലയൊന്നും ഉണ്ടാവില്ല, പിന്നെ ചോറിൻ്റെ അകത്ത് ആ ആവി കിടന്ന ഇലയൊന്നും ഉണ്ടാവില്ല. അത്ര ഇതാണ് മുരിങ്ങ, വളരെ ബെസ്റ്റാണ്. ഇതൊക്കെ ഉള്ളിലെ പുറത്തെ അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് ഉള്ളിലെ 1-2 പോള എടുത്തിട്ട് ഞെക്കി പിഴിഞ്ഞ് നീരെടുത്താൽ മതി. അത് ചെന്ന് ഞാൻ പെട്ടെന്ന് താഴും. ഒരു 60 ml വരെയൊക്കെ ഈസി ആയിട്ട് കഴിക്കാം. 100 ml 200 ml വരെ കഴിക്കാം. 60 ml ഒക്കെ മതി. തനി നീര് അതങ്ങ് പിടിപ്പിച്ചാൽ മതി, പെട്ടെന്ന് കുറയും. പെട്ടെന്ന് നോക്കി നിൽക്കുമ്പോൾ കുറയും. അതിന് കാരണം അവൻ നേരെ വ്യാനൻ്റെ ഇതിവൃത്തത്തിലേക്കാണ് ചെല്ലുന്നത്. വ്യാനൻ്റെ കോപമാണ് കുറയ്ക്കുന്നത്. വ്യാനനെ ഒന്ന് തണുപ്പിക്കണം. നല്ല വാക്കുകൾ പറയുന്നവരോടൊപ്പം ഇരുന്നാൽ മതി, വ്യാനൻ തണുക്കും, BP കുറയും. BP വന്നാൽ ഉപകരണം വെച്ച് നോക്കുന്ന ഡോക്ടറെ അടുക്കലേക്ക് ഓടിച്ചെന്നാൽ അന്നേരം ഒന്ന് കൂടും. ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും അല്ലെങ്കിൽ നോക്കണം. ഒരു കയ്യെ നോക്കിയാൽ പോരാ, ജാഗ്രതയിൽ നോക്കണം, സ്വപ്നത്തിൽ നോക്കണം. ഇങ്ങനെയൊക്കെ നോക്കിയാലേ പിന്നെ പിടികിട്ടുള്ളൂ, ഒരു ഒതുക്കം കിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ BP നോക്കാനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു BP ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കുഴപ്പം. അതിലും വിചിത്രമായ ഒന്നുണ്ട്. നിങ്ങൾ ആരുടെ അടുക്കൽ നോക്കാൻ പോകുന്നുവോ അവൻ ഈ സാധനത്തെ അടിക്കുമ്പോൾ അവന് BP ഉണ്ടെങ്കിൽ അവൻ്റെ കൈ ആ ഉപകരണത്തെ സ്പർശിക്കുമ്പോൾ അത് മുകളിലേക്ക് കയറുന്ന മെർക്കുറിയെ ബാധിക്കും. അതുകൊണ്ട് ചെല്ലുമ്പോൾ BP ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കണം നഴ്സിനോടും ഡോക്ടറോടും. ഇല്ലെങ്കിൽ റിലേറ്റീവ് BP ആണ് കിട്ടുക. ഞാൻ തമാശ പറഞ്ഞല്ല, ഒരു റിലേറ്റീവ് BP ആണ് കിട്ടുക. ഇതൊന്നും നിങ്ങളുടെ ഇന്നത്തെ പഠനങ്ങളിലില്ല. ചിരിക്കാൻ പറഞ്ഞതല്ല, ഞാൻ വളരെ കാര്യമായി പറഞ്ഞതാണ്. വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ BP എടുത്തത് ശരിയല്ല. കാരണം അത് നിങ്ങളുടെ വെറും മാനസികാവസ്ഥ കൊണ്ടുവരുന്നതാണ് കൂടുതലും. നിങ്ങളുടെ ഒരുപാട് ധമനികളുണ്ട്, നാഡികളുണ്ട്, സ്രോതസ്സുകളുണ്ട്, ഇവയൊക്കെ ഒരുപാടുണ്ട്. ഹൃത്പത്മത്തിൽ നിന്ന് തന്നെ 100 എണ്ണമാണ് പോകുന്നത്. അവയ്ക്ക് ഓരോന്നിനും 101 വീതം ശാഖാനാഡികളുണ്ട്. രാവിലെ പറഞ്ഞതാണ്. അവയ്ക്ക് ഓരോന്നിനും 72,000 വീതം കലകളുണ്ട്. അത്രയായി ഈ സാധനം. ഇതിൻ്റെ അകത്തെ ചെറുതിലൊന്നിൽ വ്യാനൻ കോപിച്ചാൽ അവിടെ BP ഉണ്ടാവും. അതാണ് കണ്ണിലെ BP, അതാണ് ലിവറിലെ BP, അതാണ് കിഡ്നിയിലേക്ക് പോകുന്ന ധമനിയിലെ BP. അങ്ങനെ ഇവിടെയൊക്കെ BP ഉണ്ടാവും. അതൊക്കെ കണ്ടുപിടിക്കുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാകുന്നത്. പഴയ കാലത്ത് ഇതൊക്കെ ആയിട്ട് മനുഷ്യൻ സുഖമായി ജീവിച്ചിരുന്നു. ഇത് കണ്ടുപിടിച്ചതിൻ്റെ പേടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവൻ ജീവിക്കുകയല്ല, മരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഈ അറിവിനൊക്കെ ആ ഒരു പരിമിതി വളരെയുണ്ട്. അത് നമ്മളത് വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രാണൻ, അപാനൻ, വ്യാനൻ എന്ന വായുക്കൾ. അതുകൊണ്ട് സാധ്യമെന്താണ്? ഈ ഇർക്കുകൾ കൊണ്ട്, പുരോനുവാക്യ കൊണ്ട് പൃഥ്വി, യാജ്യ കൊണ്ട് അന്തരീക്ഷം, ശസ്യ കൊണ്ട് ദ്യുലോകം, ഇവ അധീനമാകും.
ഇവിടെ എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ പരിസമാപിക്കുന്നു എന്ന് അദൃശ്യമായ ജ്ഞാനത്തിന് നമസ്കരിച്ച് അശ്വലൻ നിശബ്ദനായി. അശ്വലൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതെല്ലാം ജ്ഞാനത്തിൽ കൊണ്ട് പരിസമാപിപ്പിച്ചിരിക്കുന്നു. എനിക്കൊന്നും പറയാനില്ല. എല്ലാം അങ്ങയിലേക്ക് അല്ലെങ്കിൽ എന്നിലേക്ക് അല്ലെങ്കിൽ വ്യക്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം ജ്ഞാനത്തിൽ കൊണ്ടുവന്ന് പരിസമാപിപ്പിച്ചിരിക്കുന്നു. എനിക്ക് പിടിച്ചുകൊണ്ട് അങ്ങ് പോകാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നമസ്കരിച്ച് പിൻവാങ്ങാണ്. അയാൾ മാറി. അപ്പോൾ ഋതഭാഗന്റെ പുത്രൻ ആർത്തഭാഗൻ എഴുന്നേറ്റു. അങ്ങനെ വിട്ടാൽ കൊള്ളുകയല്ലോ, നമ്മളൊക്കെ ഇവിടെ ഇരിപ്പില്ലേ, നരക്കൈ നോക്കിക്കളയാമെന്ന് വിചാരിച്ച് ആർത്തഭാഗൻ എഴുന്നേറ്റു. യാജ്ഞവൽക്യ, ഗ്രഹങ്ങളെത്ര, അതിഗ്രഹങ്ങളെത്ര? ഗ്രഹങ്ങൾ 8, അതിഗ്രഹങ്ങളും 8. ഏതെല്ലാം? ഘ്രാണം ഒരു ഗ്രഹം, ഗന്ധം അതിഗ്രഹം. ചേർച്ച മനസ്സിലാക്കിക്കോണം. ഘ്രാണം ഒരു ഗ്രഹം, നാസിക, ആ ഇന്ദ്രിയം, അത് മണക്കുന്നത്, അത് അതിഗ്രഹം. വാക്ക് ഒരു ഗ്രഹം, ഗ്രഹിക്കുന്നത് ഗ്രഹം. മനസ്സിലായില്ല? ചോദ്യകർത്താവ് പുറത്ത് ചോദിച്ചതായാലും അവനെ അകത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ വാക്ക് ഒരു ഗ്രഹം, പേര് അതിഗ്രഹം, നാക്ക് ഒരു ഗ്രഹം, രസം അതിഗ്രഹം, ചക്ഷുസ് അതിഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയത്തെയും അതിക്രമിച്ച് ഗ്രഹിക്കുന്ന വസ്തു അതിഗ്രഹം. മനസ്സിലായി? ചക്ഷുസ് ഗ്രഹം, രൂപം അതിഗ്രഹം, ശ്രോത്രം ഗ്രഹം, ശബ്ദം അതിഗ്രഹം, മനസ്സ് ഗ്രഹം, കാമം അതിഗ്രഹം. അതാണ് വളരെ 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 കൃത്യതയോടുകൂടിയാണ് പോകുന്നത്. മനസ്സിൻ്റെ സ്വഭാവം കാമമാണ്, സങ്കല്പ വികല്പങ്ങളാണ്, സങ്കല്പ വികല്പാത്മകം മന. അതാണ് കൈകൾ ഗ്രഹം, പ്രവൃത്തി അതിഗ്രഹം, ത്വക്ക് ഗ്രഹം, സ്പർശം അതിഗ്രഹം. 8 അവ വീണ്ടും എല്ലാം മൃത്യുവിന് അധീനം. മൃത്യുവിനെ തിന്നുന്ന ദേവത ഏതാണ് എന്നായി അടുത്ത ചോദ്യം. എല്ലാം മൃത്യു എല്ലാത്തിനെയും വിഴുങ്ങും. മൃത്യുവിനെ ഏത് ദേവതയാണ് തിന്നുന്നത്? അഗ്നിയാണ് മൃത്യു. ആയുർവേദത്തിൻ്റെ ഒരു വലിയ പഠനം ഈ ഒരൊറ്റ ചോദ്യത്തിലെ ഇതിൽ നിന്നാണ്. ആയുർവേദം എന്ന് പറയുന്നതിൻ്റെ ഒരു ശാഖ മുഴുവൻ ഈ ഉപനിഷത്തിൽ നിന്നാണ്. അതൊന്നും ഇന്ന് പഠിക്കാനില്ല. അഗ്നിയെ അവലംബിച്ചാണ് രോഗനിർണയവും രോഗചികിത്സയും ഒക്കെ ചെയ്യേണ്ടത്. അഗ്നി 13 ശരീരത്തിലുള്ളത്. ഒന്ന് ജഠരാഗ്നി, കേട്ടിട്ടുണ്ടാവും. ആ ജഠരാഗ്നിയിൽ പചിച്ചു കഴിയുമ്പോൾ, ആ പചനം കഴിയുമ്പോൾ മലം സ്ഥൂലമായി പുറത്തു പോകും. അതിൻ്റെ സാരം 5 ഭൂതാഗ്നികളിൽ വീണ്ടും ദഹിപ്പിക്കും. പാചകവിത്തം, രഞ്ജകവിത്തം, ആലോചകവിത്തം, ഭ്രാജകവിത്തം, സാധകവിത്തം. ഇതൊക്കെ പഴയ അമ്മമാർക്കറിയാം. ഈ പേരുകളും ഈ സാധനവും എല്ലാം. അവരുടെ ഡയഗ്നോസിസ് കൊണ്ട് കറക്റ്റായിരിക്കും. കുഞ്ഞിൻ്റെ ത്വക്കിന് എന്തെങ്കിലും ചെറിയ പിശക് വന്നാൽ അമ്മയ്ക്കറിയാം അത് ഭ്രാജകവിത്തത്തിൻ്റെ തകരാറാണ്. ത്വക്കിന് നിറം കൊടുക്കുന്നതും മസ്തിഷ്കത്തിലേക്ക് അതിനെ സംയോജിപ്പിക്കുന്നതും ഭ്രാജകവിത്തമെന്ന ഒരഗ്നിയാണ്. ആ അഗ്നിയെ ഉദ്ദീപിപ്പിക്കുന്നതിനുള്ള ഒട്ടേറെ ഔഷധങ്ങൾ അമ്മമാർക്കറിയാം. അഗ്നി കൂടിപ്പോയാൽ അഗ്നിയെ കുറയ്ക്കുന്നതിനുള്ള ഔഷധങ്ങളും അവർക്കറിയാം. ഈ ഉപനിഷത്ത് ജീവിതത്തിൽ വളരെ പ്രാധാന്യം വഹിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വർത്തമാനം പറയുന്നില്ല,
ഒരു കുഞ്ഞ് തല നേരെ നിർത്തുന്നില്ല ഒക്കെ വരികയാണെങ്കിൽ അത് മസ്തിഷ്കത്തിൻ്റെ തകരാറാണ്. ഓർമ്മ കുറവാകുന്നു, ബുദ്ധി ഇല്ലാതിരിക്കുന്നു. അത് സാധകവിത്തത്തിലെ വൈകല്യമാണ്. അവർക്ക് ഒട്ടേറെ സാധനങ്ങൾ അറിയാം. ബ്രഹ്മി, കൊടവൻ, കൊടങ്ങലോ കൊടവനോ ഇവിടെ പറയുന്നു, കൊടകൻ, കൊടങ്ങൽ, കൊടങ്ങൽ, കിളിതീനിപ്പഞ്ഞി, വാലുഴവം അല്ലെങ്കിൽ വാലുലുവൈ അല്ലെങ്കിൽ ചെറുപുന്നേരി. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ചെറുപുന്നേരി അരിയാറിൽപ്പെട്ടതാണ്. ഇവയൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. ബ്രഹ്മിഘൃതം, ബ്രഹ്മി കല്യാണഘൃതം, മഹാകല്യാണഘൃതം, സാരസ്വതഘൃതം, സാരസ്വത മഹാചൂർണം, പിന്നെ ചാതുർജാത രസായനം, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പഴയ വീടുകളിൽ വീട്ടിലുണ്ടാക്കും. ഇപ്പം ചെന്ന് കടയിൽ ചെന്ന് മേടിക്കും. കടയിൽ ചെന്ന് മേടിക്കുമ്പോൾ ഇതെല്ലാം ഒന്നും കാണുകയില്ല. മനസ്സിലായില്ല? മരുന്നെല്ലാം ഒന്നും കാണുകയില്ല. അന്നേരം കിട്ടിയതൊക്കെ ചേർക്കും. അത്രയ്ക്കേ പറ്റൂ. മറ്റേതല്ല, വീട്ടിലുണ്ടാക്കുകയാണ്. കുറേ കാച്ചി വെക്കും. അപ്പോൾ അത് ഈ അഗ്നിയിലേക്ക് വേണ്ടി അഗ്നിയെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സാധകപിത്തം, പ്രാജകപിത്തം, രഞ്ജകപിത്തം, രക്തത്തിന് നിറം കൊടുക്കുന്നത് രഞ്ജകപിത്തമാണ്. അത് കുറഞ്ഞാലറിയാം. കണ്ണ് പിടിച്ച് നോക്കുമ്പോൾ അറിയാം. മുറത്തിൻ്റെ പൊളി തിന്നുന്നുണ്ടെങ്കിൽ അറിയാം. മനസ്സിലായില്ല? മണ്ണ് തിന്നുന്നുണ്ടെങ്കിൽ അറിയാം. അരി തിന്നുന്നുണ്ടെങ്കിൽ അറിയാം. എന്താടി അരിവാരി തിന്നുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ വീട്ടിൽ വന്ന് ഭർത്താവിനോട് പറയും, ഹേ മനുഷ്യ, അവിടെ കണ്ടില്ലേ അരിതീറ്റ കൂടിയിട്ടുണ്ട്, നിങ്ങൾ പോയി കുറച്ച് അമുക്കുരം വാങ്ങിച്ചുകൊണ്ട് വരണം. രാവിലെ നിങ്ങൾ അവിടുന്ന് പോയി കുറേ കീഴാർ നെല്ല് പറിച്ചുകൊണ്ട് വരണം. എനിക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ്. കൊച്ച് അരി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കീഴാർ നെല്ലി, ഉണക്കമുന്തിരിങ്ങ, കിരിയാത്ത്, ഇവയൊക്കെ ഇതിന് നല്ലതാണ്. ഇതൊക്കെ പ്രയോഗിക്കും അവർ. മാംസബുക്കുകളുടെ വീടാണെങ്കിൽ ആടിൻ്റെ കരള് ഒക്കെ പ്രയോഗിക്കും. സസ്യബുക്കാണ്, ഇതൊക്കെ പ്രയോഗിക്കും. ഇതുകൊണ്ട് ഒന്നും മാറിയില്ലെങ്കിൽ അറ്റ കൈക്ക് തള്ള ഒരു പിടി ഇല്ലനക്കരി എടുത്ത് ഒരു കരിക്ക് വെട്ടിയിട്ട് മൂക്കി എത്തിയിട്ട് അതിനകത്തേക്കിട്ട് അടച്ചു വെച്ച് ഒരു ചട്ടിക്കകത്ത് മണലിട്ട് അതിലിത് കുത്തിവെച്ച് അങ്ങ് തിളപ്പിക്കും. അന്നേരം നല്ല ബ്രാൻഡി പോലെ ഇരിക്കും. അരിച്ചെടുത്ത് കുടിപ്പിക്കും. ഇതൊക്കെ പഴയ അമ്മമാർക്കറിയും. ഇതിനൊന്നും അറിയുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഈ പുതിയ ഒരു ജീവിതകാലം മുഴുവൻ പരദൂഷണവും പറഞ്ഞ് ജന്മം പാഴാക്കി. വയസ്സുകാലത്ത് സപ്താഹം എന്ന് പറഞ്ഞ് ബാക്കി പരദൂഷണം പറയാൻ അവിടെ പോയിരുന്നു ഉച്ചയ്ക്ക് ഒരു ഊണും കഴിച്ച് പോകും. എന്നോട് ദേഷ്യം വരുമെന്നാ തോന്നുന്നത് അല്ലേ? എന്നോട് ദേഷ്യം വരുമെന്നാ തോന്നുന്നത്. എന്നോടുള്ള ദേഷ്യം കൂടെ അമ്മ ഏറ്റെടുക്കുമെന്നാ തോന്നുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് പഴയ ആളുകൾക്ക് ഇതറിയും. അതായത് പ്രാജകവിത്തം, രഞ്ജകവിത്തം, ആലോചകവിത്തം, കരളിനെയും കണ്ണിനെയും, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ആലോചകവിത്തമാണ്. കണ്ണിന് കാഴ്ച കുറയുമ്പോൾ ആലോചകവിത്തത്തിൽ മാറ്റം വരുമ്പോഴേ നെർവുകൾ വീക്കാവും. അതിനൊക്കെ പഴയ ആളുകൾ തകര, അതുപോലെ തന്നെ കയ്യന്യം, അല്ലേ? നിങ്ങളുടെ ഇവിടെ കയ്യന്യം എന്നാണോ പറയുക? കയ്യോന്നി, അതുപോലെ തന്നെ അകത്തിച്ചീര, ഇവയൊക്കെ ഉപയോഗിക്കും. അതിലൊക്കെ കൂടിയ ഒരു സാധനം അകത്തിച്ചീര ഉപയോഗിക്കാം. നിങ്ങൾ പറയുന്നത് അകത്തിച്ചീര ആയിരിക്കില്ല. അകത്തിച്ചീര എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ജപ്പാൻ ചീരയായിരിക്കും.
മരമാവും. ആ, അതിൻ്റെ പൂവ് വേറെ പലതിനും നല്ലതാണ്. സ്മരോന്മാദത്തിന് ഏറ്റവും നല്ലതാണ്. അതെ, അത് വളരെ ഫലപ്രദമാണ്. അതിൻ്റെ ഇല, ഇതിലൊക്കെ കൂടിയൊരു സാധനമുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ ഈ പാടങ്ങളിലുള്ള മീനാങ്കണ്ണി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. മത്സ്യാക്ഷി അല്ലെങ്കിൽ മീനാങ്കണ്ണി, പേരത് തന്നെ. മീനാങ്കണ്ണി, പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞ് രണ്ടുണ്ട്. മഞ്ഞപ്പൂവുള്ളത് പൊന്നാങ്കണ്ണി, നീല നിറത്തിൽ മത്സ്യത്തിൻ്റെ കണ്ണുപോലുള്ള പൂവുള്ളത് മീനാങ്കണ്ണി. അതിൽ മീനാങ്കണ്ണിയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ ഇല പറിച്ചിട്ട് ഒടിച്ചു മണത്താൽ മത്സ്യത്തിൻ്റെ സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് പഴയ കാലത്തെ തീരപ്രദേശങ്ങളിലെ അമ്മമാർ മത്സ്യം കിട്ടാത്ത ദിവസങ്ങളിൽ കാർന്നവന്മാരെ പറ്റിക്കാൻ ഇത് പീര വെച്ചു കൊടുത്തിരുന്നു. അങ്ങനെയുള്ളൊരു സാധനമായത്. ഇപ്പോഴത്തെ അമ്മമാർക്കൊന്നും അത്രയ്ക്ക് വിവരമൊന്നുമില്ല. അന്ന് വെക്കുന്ന പോലെ വെക്കാൻ അറിയില്ല. അവർക്കാകുമ്പോൾ അത് കുടംപുളിയൊക്കെ ഇട്ട് വേവിക്കുന്നൊരു പണി അറിയും. അത് തീരപ്രദേശങ്ങളിൽ കിട്ടുന്ന ഒരു ചെടിയാണ്. പാടത്ത് ധാരാളം ഉണ്ടാവും, വരമ്പയിലൊക്കെ ഉണ്ടാവും. പേര് മത്സ്യാക്ഷി. കണ്ണിന് ഏറ്റവും ഫലപ്രദമാണ്. പാടമൊക്കെ ഇപ്പോഴും ചെടിയൊക്കെ ഉണ്ട് ആവശ്യത്തിന്. അതൊക്കെ ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം പോയി എന്ന് പറയുന്നതാണ് ചെടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്. ഭൂമിയിൽ നിന്ന് ചെടികളെ ഒന്നും പൂർണ്ണമായി തുടച്ചു മാറ്റാനൊന്നും ശാസ്ത്രം വളർന്നില്ല. കയ്യോന്നി ചില മാംസബുക്കുകളാണെങ്കിൽ ആടിൻ്റെ കരട് കയ്യോന്നി നീറ്റിലോ അതും അല്ലെങ്കിൽ മറ്റേ തകരയുടെ ഇലയുടെ നീരിലോ പുഴുങ്ങി ഉണങ്ങി അങ്ങനെ ഒരു 11 പ്രാവശ്യമെങ്കിലും പുഴുങ്ങി ഉണങ്ങിയിട്ട് പൊടിച്ചു വെച്ചിട്ട് ഉപയോഗിക്കും. ആടിൻ്റെ കരളും കോഴിയുടെ കരളും ഒക്കെ അതിന് നല്ലതാണ് കണ്ണിന്, ഈ ഉപയോഗത്തിന്. മാംസബുക്കുകളല്ലെങ്കിൽ അവ സാധാരണഗതിയിൽ നീരെടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി, ഫലപ്രദം. മാംസബുക്കുകളല്ലാത്തവർ കഴിക്കരുത്. അത് പാരമ്പര്യത്തിൽ മാംസം കഴിക്കാത്തവർ മാംസഭക്ഷണം കഴിച്ച് രോഗം മാറ്റാൻ ശ്രമിക്കരുത്. അത് മറ്റ് ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവും. ജനിതകം അതിൻ്റെ സ്വീകരണിയിൽ ആ പാരമ്പര്യത്തെ മാത്രമേ സ്വീകരിക്കൂ. അതുകൊണ്ടാണ് അതിൻ്റെ നിയമം. വളരെ ഇതായിട്ടുള്ളതാണ്. അത് ആലോചക വിത്തത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആലോചക വിത്തത്തിൽ അത് നല്ലതാണ്.